യാത്രാപ്രേമികൾക്ക് കുറഞ്ഞ ചെലവിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഗതാഗത സംവിധാനമാണ് ട്രെയിൻ. ഇപ്പോഴിതാ അയൽ രാജ്യമായ ഭൂട്ടാനുമായി ബന്ധിപ്പിച്ച് ഇന്ത്യ ട്രെയിൻ സർവീസിന് തയ്യാറെടുക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഹിമാലയൻ മലഞ്ചെരുവിൽ സഞ്ചാരികളെയും കാത്തുകിടക്കുകയാണ്. ലോകത്തിലെ സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ നിരവധി തവണ ഇടം പിടിച്ചിട്ടുള്ള ഭൂട്ടാൻ ഇന്ത്യൻ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. പ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ചകളും ഭൂട്ടാന്റെ തനതായ സംസ്കാരവും എല്ലാം സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. ഭൂട്ടാൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ സഞ്ചാരികൾക്കിനി ഇടം വലം നോക്കാതെ വണ്ടി കയറാം. ഇന്ത്യയിലെ അസമിൽ നിന്നാണ് ഭൂട്ടാനിലേക്ക് ഇതാദ്യമായി ട്രെയിൻ സർവീസിന് ഒരുങ്ങുന്നത്. അസമിലെ കൊക്രാജാറിൽ നിന്ന് ഭൂട്ടാനിലെ ഗലഫുവിലേക്കാണ് ട്രെയിൻ സർവീസ്. 69.04 കിലോമീറ്റർ ദൈർഘ്യമുള്ള സർവീസാകും ഇത്. വിശദ പദ്ധതി രേഖ പൂർത്തീകരിക്കുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. പുതിയ റെയിൽവേ ലൈൻ ഇന്ത്യൻ ഭൂട്ടാൻ ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിൽ റെയിൽവേ വക്താവ് പറഞ്ഞു. വ്യാപാര രംഗത്തും ടൂറിസം രംഗത്തും ഇതിന്റെ മാറ്റം പ്രതിഫലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർദ്ദിഷ്ട റെയിൽവേ ലൈൻ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ഭൂട്ടാന് മികച്ച ഗതാഗത സംവിധാനം നൽകുകയും ചെയ്യും. ഭൂട്ടാനിലേക്കുള്ള ആദ്യ റെയിൽവേ കണക്ടിവിറ്റിയാകും അസമിലെ കൊക്രജാറിൽ നിന്ന് ഗലഫുവിലേക്കുള്ള റെയിൽവേ ലൈൻ. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പുതിയ സർവീസ് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാപാരം, ടൂറിസം രംഗങ്ങളിലാകും ഇരു രാജ്യത്തിനും ട്രെയിൻ സർവീസ് കൊണ്ട് മെച്ചമുണ്ടാവുക. പുതിയ റെയിൽ ലിങ്ക് യാത്രക്കാർക്കൊപ്പം ചരക്കുകളുടെ ഗതാഗതം സുഗമമാക്കാനും സഹായിക്കും. ഇതൊരു രാജ്യങ്ങളിലെയും പ്രാദേശിക ബിസിനസ്സുകൾക്ക് ഗുണം ചെയ്യും. പ്രാദേശിക സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തും. 3500 കോടി രൂപയാണ് കൊക്രജാർ ഗലഫു റെയിൽ ലിങ്കിന് പ്രതീക്ഷിക്കുന്നത്. പാതയിൽ 6 പുതിയ റെയിൽവേ സ്റ്റേഷനുകളും ഒരുക്കും. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ബന്ധം റെയിൽവേ ലൈനിലൂടെ വർദ്ധിക്കുകയും യാത്രയും ഗതാഗതവും സുഗമവും കൂടുതൽ പ്രാബല്യമാക്കുകയും ചെയ്യും. ഈ റെയിൽവേ പദ്ധതി ഭൂട്ടാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വഴിത്തിരിവായിരിക്കും. പൂർത്തിയാകുന്നതോടെ ഈ ചരിത്രപ്രധാനമായ റെയിൽവേ ലിങ്ക് മേഖലയിലെ ഗതാഗത സംവിധാനത്തെ മാറ്റിമറിക്കുക മാത്രമല്ല, ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ പ്രതീകമായി മാറും. ഭൂട്ടാനിലേക്ക് വലിയ തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുമെന്നതാണ് ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ നേട്ടം. വിസ ആവശ്യമില്ലെങ്കിലും പെർമിറ്റ് എടുക്കണം. ഭൂട്ടാനിൽ എത്തിക്കഴിഞ്ഞാൽ ലോക്കൽ സിം കാർഡും ലഭിക്കും. ഇന്ത്യൻ സഞ്ചാരികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ വിസ വേണ്ട എന്നുള്ളതാണ്. എന്നാൽ ഭൂട്ടാനിലേക്ക് പ്രവേശിക്കാൻ ഒരു എൻട്രി പെർമിറ്റ് അഥവാ പ്രവേശനാനുമതി വേണം. 6 മാസമെങ്കിലും കാലാവധിയുള്ള പാസ്പോർട്ട് നിർബന്ധമായും വേണം. ഭൂട്ടാനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് വിസ ആവശ്യമില്ലെങ്കിലും ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ എൻട്രി പെർമിറ്റ് അഥവാ പ്രവേശനാനുമതി സ്വന്തമാക്കേണ്ടതുണ്ട്. അതിർത്തികളിലെ പ്രവേശന കവാടങ്ങളിൽ എമിഗ്രേഷൻ ഓഫീസ് പ്രവേശനാനുമതി നൽകും. 7 ദിവസത്തേക്കായിരിക്കും ഈ അനുമതി. വെരിഫിക്കേഷനു വേണ്ടി എല്ലാ ചെക്ക് പോയിന്റുകളിലും ഇത് ഹാജരാക്കേണ്ടതുണ്ട്. അതേസമയം അനുവദനീയമായ 7 ദിവസത്തെ സമയപരിധിക്കപ്പുറം ഭൂട്ടാനിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ തലസ്ഥാനമായ തിംഫുവിലെത്തി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. കയ്യിൽ ആവശ്യത്തിന് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കരുതാൻ മറക്കരുത്. പെർമിറ്റ് അപേക്ഷാ നടപടിക്രമങ്ങളുടെ ഭാഗമായി ചിലപ്പോൾ ഒന്നിലധികം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമായി വരും. ഭൂട്ടാനിലെത്തിയാൽ യാത്ര കൂടുതൽ സുഖകരമാക്കുന്നതിന് അവിടുത്തെ ഒരു പ്രാദേശിക സിം കാർഡ് സ്വന്തമാക്കാവുന്നതാണ്. ഇവിടുത്തെ 2 പ്രധാനപ്പെട്ട ടെലികോം ഓപ്പറേറ്റേഴ്സിൽ നിന്ന് ഭൂട്ടാൻ ടെലികോമും രണ്ടാമത്തേത് താഷി സെല്ലുമാണ്. ഈ 2 ടെലികോം കമ്പനികളും വിനോദസഞ്ചാരികൾക്ക് സിം കാർഡ് നൽകുന്നുണ്ട്. ഇതിലൂടെ കോൾ ചെയ്യാനും ടെക്സ്റ്റ് ചെയ്യാനും ഡേറ്റ സർവീസിനുമുള്ള അനുമതി സഞ്ചാരികൾക്ക് ലഭിക്കുന്നു. പ്രാദേശിക സിം കാർഡ് ലഭിക്കാൻ ചില രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. പാസ്പോർട്ടിന്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് സിം കാർഡ് രജിസ്ട്രേഷന് വേണ്ടി നൽകേണ്ടത്. നഗരപ്രദേശങ്ങളിൽ മികച്ച രീതിയിലുള്ള നെറ്റ്വർക്ക് സൗകര്യം ലഭ്യമാണെങ്കിലും വിദൂരമായ സ്ഥലങ്ങളിൽ നെറ്റ്വർക്ക് ലഭ്യത പരിമിതമാണ്. ഗുൾട്രമാണ് ഭൂട്ടാൻ കറൻസി. ഒരു ഭൂട്ടാൻ കറൻസി ഒരു ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ്. ഇന്ത്യൻ രൂപയ്ക്ക് ഇവിടെ വ്യാപകമായി സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് പ്രാദേശിക കറൻസി കൈവശമില്ലെങ്കിലും ടെൻഷൻ വേണ്ട. എന്നിരുന്നാൽ തന്നെയും ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പ്രാദേശിക കറൻസി കൈവശം കരുതുന്നത് നല്ലതാണ്. ചുരുക്കത്തിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് എളുപ്പത്തിൽ പോയി വരാവുന്ന ഒരു വിദേശ രാജ്യമായി ഭൂട്ടാൻ ഇപ്പോൾ മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.